നമസ്കാരം പ്രിയരെ. ഞാനേ മലയാറ്റൂർ പള്ളി കണ്ട് തിരിച്ചു വരികയാണ് കേട്ടോ. മലയാറ്റൂർ പള്ളിയുടെ കാഴ്ചകൾ വേറൊന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പലരും കണ്ടതായിരിക്കാം, പലരും കണ്ടതായിരുന്നു. ആ ജാതിമത ഭേദമന്യേ പോകാറുണ്ടല്ലോ. ഞാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹമാണ്. പോയി നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു കുന്നിൻ്റെ മേലെ നമ്മുടെ ഇത്ര തൊട്ടടുത്ത് എറണാകുളം ജില്ലയിലൊരു തീർത്ഥാടന കേന്ദ്രം ഗംഭീരമായി. ഞാനിപ്പോൾ പറയാൻ പറ്റുന്നതല്ല, ഈ ഇറങ്ങി വരുമ്പോഴേ താഴെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കൈകൊട്ടി കളിപ്പാട്ട് കണ്ടില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അതൊന്ന് നോക്കാൻ വിചാരിച്ചിട്ടാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെയാണ് കേട്ടോ. നോക്കാം. സരസീജമുകളുണ്ട്. ഇവയെല്ലാം അത്ഭുതം കണ്ടാൽ തോന്നും തകതൈതൈ. ഇവയെല്ലാം അത്ഭുതം കണ്ടാൽ തോന്നും തകതൈതൈ. ഇവയെല്ലാം അത്ഭുതം കണ്ടാൽ തോന്നും തകതൈതൈ. ഇവരെല്ലാം അത്ഭുതം കണ്ടാൽ തോന്നും തകതൈതൈ. ഭാവനായിലാരും ധ്യാനിച്ചിടം തകതൈതൈ. മലയെ കെട്ടിയ ഭാഷി താൻ നല്ല വിലാസിയുമാകുമോ എന്നൊരു ശങ്കനിമിത്തം ആർക്കെങ്കിലും ഇന്നു കൊടുക്കും. ഈ മാള് ധരിക്കാൻ ആരെന്നു മനസ്സിനു ബ്രഹ്മാവോ ഏടുവൃത്തി ശിവനോ ഇതിലുണ്ടാക്കിയിട്ടും ഹരിച്ചാലേ രംതകതൈതൈ. ഇതെന്താ ഇതിന്റെ എന്ത് ചരിത്രത്തിൻ്റെത്? രാമായണത്തിൻ്റെയാണ് അല്ലേ? അത് ശരി. ചേച്ചിക്ക് മാത്രം പാട്ടറിയുള്ളോ? എല്ലാവർക്കും അറിയാം, പാടുന്നു. ഒറ്റയ്ക്ക് പാടുന്ന ഇദ്ദേഹം ലീഡർ അല്ലേ? നന്നായിട്ട് അറിയാം അല്ലേ? ഇപ്പൊ തണുപ്പ് ശരിക്കും കിതച്ചു പോയില്ലേ? അയ്യോ, പക്ഷെ എന്നാലും ഇത്ര നേരം ഞങ്ങളപ്പോൾ ഈ ഇതിരിക്കുന്ന ചെറിയ പെമ്പിള്ളേർക്കൊന്നും ഇതുപോലെ പറ്റില്ല. പറ്റില്ല അല്ലേ? എന്നാ അമ്മയ്ക്ക് എത്ര വയസ്സായി? ഇങ്ങോട്ട് നോക്കൂ. 60 വയസ്സ്. ചേച്ചിക്ക് എത്രയായി? ചേച്ചിക്കോ? 65 വയസ്സായി. എന്നിട്ട് ഇത്രയും ചേച്ചിക്കോ? എന്നിട്ട് ഇത്ര സ്റ്റാമിനയോടെ കളിക്കാന്ന് പറഞ്ഞ നിസ്സാറില്ല. ഞാൻ നിങ്ങൾക്ക് സോഡ കുടിക്കാൻ ഒരു ചെറിയൊരു സമ്മാനം തരാൻ പോവാണ്. ബുദ്ധിമുട്ടില്ലല്ലോ? സോഡ കുടിക്കാനേ ഞങ്ങള് പാലക്കാട് ഗംഭീരട്ടോ. ഞങ്ങള് 5 പേർ കൂടിയിട്ട് 5 പേര്, നിങ്ങളില്ല 5 പേർ കൂടിയിട്ട് 500 റുപ്യ ഞാൻ എന്റെ വകയായിട്ട് സമ്മാനം. ഞാൻ പാലക്കാട് നിങ്ങൾ ഇത്രയും നല്ല പാട്ട് വെച്ചിട്ട് കേട്ടോ. പാട്ട് മാത്രമല്ല, നിങ്ങളുടെ സ്റ്റാമിന ഉണ്ടല്ലോ, നിസ്സാരമല്ല. വളരെ സന്തോഷം കേട്ടോ. നന്നായിരുന്നു എല്ലാവരും. ഓക്കെ, പാലക്കാട്. തൊഴിലുറപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും സ്റ്റാമിനയാണ്. ഞാൻ പോലീസായിരുന്നു 3 വർഷമായി കഴിഞ്ഞിട്ട്. ശരി, ഓക്കെ, ശരി. എന്തായാലും ആ ഏജറായിട്ടുള്ള ചേച്ചിമാരുടെ ഡാൻസ് ഗംഭീരമായിരുന്നു. ചിലപ്പോൾ ഇത് കാണുന്നവർക്ക് തൊഴിലുറപ്പ് പണിക്കാരോടുള്ള ഒരു ചെറിയൊരു മനോഭാവം ഉണ്ടല്ലോ, നെഗറ്റീവ് മനോഭാവം. എനിക്കതിൽ പറയാനുള്ള എന്താ പറയുക, ഇത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇതെന്ന് വെച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ടാണിത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അത് കേരളം നന്നായി നടപ്പാക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതിലേക്ക് ജോലിയെടുക്കുന്ന ആൾക്കാർ മുഴുവൻ ദൈനംദിന കൂലി, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് സഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ ഇത്രയും വലിയ ഹാർഡ് വർക്കൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളതൊരു പരിഹാസമായിട്ട് പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ തൊഴിൽ ദിനങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ആരും അതിന് ദയവായിട്ട് പരിഹസിക്കേണ്ട കാര്യമില്ല. ഇത്രയും ഏജിൽ അവരിത്രയും എനർജറ്റിക്കായിട്ട് ഗംഭീരമായിട്ട് ഡാൻസ് കളിച്ചിട്ട് പാട്ടുപാടി റിയാലിറ്റി ഷോയിലെ പോലെ ഗംഭീരമായി. അത് ഞാൻ സന്തോഷം അവരോട് പങ്കുവയ്ക്കുകയാണ്.